ഹലോ, അങ്ങനെ 10ാം ദിവസം ഞങ്ങൾ ഫിലാഡൽഫിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഈ ഹാർഡ് റോക്ക് കഫേയാണ്. ഈ കഫേ ദുബായിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അവിടുന്ന് പിന്നീട് നടന്നു വന്നപ്പോൾ ഈ ലവ് ഫസ്റ്റ് എന്ന് വളരെ കൗതുകകരമായി എഴുതി വച്ചിരിക്കുന്ന ഒരു ചാപ്പൽ കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന പള്ളിയിലച്ചൻ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ എവിടെ നിന്നാണ്, ഈ നാട്ടുകാരൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു. അങ്ങനെ ഈ പള്ളിയിലച്ചൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടുന്ന് നേരെ പോയത് ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ബോൾട്ട് ഓഫ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ സ്റ്റാച്യു കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം ഈ മെട്രോ സ്റ്റേഷനിലെത്തി. ഇത് കണ്ടാൽ തോന്നുന്നു ഇതൊരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണെന്ന്. പിന്നീട് നടന്നു വന്നപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബിൽഡിങ് കണ്ടു. ഇത് വേറൊന്നും അല്ല കേട്ടോ, ഇത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഈ നടന്നു വരുന്ന വഴിയാണ് റെയ്സ് സ്ട്രീറ്റ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ചൈന ടൗൺ എന്ന് പേരുള്ള സ്ഥലവുമുണ്ട്. അവിടുന്ന് പോന്നപ്പോൾ ദുബായിൽ കാണുന്നൊരു സാധനം അവിടെ കാണുന്നു, 4 പോയിൻറ്റ്സ് ബൈ ഷെറട്ടൺ. ഈ ഹോട്ടൽ അവിടെയുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നടന്ന് ലെൻഫെസ്റ്റ് പ്ലാസയിൽ വന്നു. അവിടെയാണ് ഈ വലിയ ബ്രഷും അതിൻ്റെ താഴെ വീണ് കിടക്കുന്ന പെയിൻറ്റും ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ബ്രഷ് ആക്ച്വലി ഒരു 51 ഫൂട്ട് ടോളാണെന്ന് മനസ്സിലായി. പിന്നെ ഈ താഴെ വീണ് കിടക്കുന്ന പെയിൻറ്റും ഒരു 6 ഫൂട്ട് എങ്കിലും സൈസ് ഉണ്ട് അതിന്. അത് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അവിടുന്ന് ഞങ്ങളിങ്ങനെ സിറ്റി ഹാളും ഡൗൺ ടൗണും ഒക്കെ കണ്ട് ഇങ്ങനെ നടന്ന് വന്നപ്പോഴാണ് വോക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കണ്ടത്. നമ്മൾ എവിടെയാണെന്നും എങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള ഡയറക്ഷൻസാണ് അതിനകത്ത്. പിന്നെ നടന്ന് വന്ന് ഞങ്ങൾ ജോൺ എഫ് കെന്നഡിയുടെ ബോൾയാർഡിലെത്തി. അവിടെ ഒരു വലിയ ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇത് ലവ് പാർക്ക് ഫൗണ്ടനാണ്. അപ്പോൾ ലവ് എന്നുള്ള സിമ്പൽ ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം നീങ്ങി വന്ന് ഫ്ലാഗ്സ് അവന്യൂവിൽ വന്നു നിന്നു. ഈ പുറകിൽ കാണുന്ന പോലെ ഒരു 100ഓളം രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് ഞങ്ങളുടെ പുറകിലായിട്ടുണ്ട്. അവിടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഇതും ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ പോലെ ഒന്നാണ്. ഇതിൻ്റെ പേര് ലൈഫ് ലൈൻ എന്നാണ്. അങ്ങനെ വന്നപ്പോഴാണ് നേരത്തെ പെയിൻറ് ബ്രഷ് ഉണ്ടാക്കിയ സെയിം ആൾ ഓൾഡൻബർഗ് ഡിസൈൻ ചെയ്ത ഈ ക്ലോത്ത് സ്പിൻ കാണുന്നത്. നല്ല വലിയ ക്ലോത്ത് സ്പിന്നാണ് കേട്ടോ. പിന്നീട് വന്നപ്പോൾ ഞങ്ങൾ ഈ ട്രീ ഓഫ് നോളജ് എന്ന് പറയുന്ന സംഭവത്തിലെത്തി. ഇതൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. ഭയങ്കര വലിയ സൈസാണ്. അവിടെ നിന്ന് പോന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ജോർജ് വാഷിങ്ടനൂടെ നിൽക്കുന്ന ഒരു സ്റ്റാച്യു കണ്ടു. അതിൻ്റെ മുന്നിൽ ഫോട്ടോ എടുത്തു. ഇതാണ് നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ക്രാഫ്റ്റ്സ്മാൻ സ്റ്റാച്യു എന്ന് പറഞ്ഞ് ഫേമസ് ആയിട്ടുള്ള സ്റ്റാച്യു. അവിടെ നിന്ന് നടന്നു വന്ന് സെൻറ്റർ ഫോർ ആർക്കിടെക്ചറിൻ്റെ വെളിയിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് അതിനകത്തൊക്കെ ഒന്ന് കയറി കറങ്ങി അതിന് ശേഷം വെളിയിലോട്ട് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഈ കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സോടുകൂടി ഇന്നത്തെ കാഴ്ച തീരുവാണ് കേട്ടോ.